നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാളെ ജൂൺ മാസം 1-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. നാളെ മുതലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ പുനരാരംഭിക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പൂജയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ വെക്കേഷൻ അവസാനിച്ചുല്ലോ, ഇന്നത്തെയും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ പലരും ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എന്ന് മുതലാണ് ഉദയാസ്തമന പൂജ പുനരാരംഭിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നാളെ മുതലാണ് ഉദയാസ്തമന പൂജ പിന്നെയും തുടങ്ങുന്നത് കേട്ടോ. ഉദയാസ്തമന പൂജയെക്കുറിച്ച് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതേക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. സാധാരണ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുക. പബ്ലിക് ഹോളിഡേയ്സിൽ ഉണ്ടായിരിക്കുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ സാധാരണ ദിവസത്തേക്കാളും കുറച്ച് വിശേഷാൽ പൂജകൾ കൂടുതൽ ഉണ്ടായിരിക്കും. അതാണ് ഉദയാസ്തമന പൂജയുടെ പ്രത്യേകത. അപ്പോൾ ഈ ഉദയാസ്തമന പൂജയ്ക്ക് അരിയളവിനാണ് പ്രാധാന്യം കേട്ടോ. അപ്പോൾ നാളെ പൂജയുണ്ടെങ്കിൽ, ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ നാളെ മുതൽ പൂജ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ, അതായത് തലേദിവസം മുന്നേ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. അരിയളവിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. തലേ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ഗണപതി നേതിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അരി അളക്കൽ ചടങ്ങ് ഉണ്ടാകുക. അത് പത്തുകാർ വാര്യരാണ് നടത്തുക. പത്തുകാർ വാര്യരെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 വാര്യർ കുടുംബാംഗങ്ങളാണ്. അതായത് വടക്കേപ്പാട്ട്, ചൊവ്വല്ലൂര്, തിരുവെങ്കിടം. അതിൽ ആർക്കാണോ ചുമതലയുള്ളത് അവരായിരിക്കും അരി അളവ് നടത്തുക കേട്ടോ. ആരാണോ ഉദയാസ്തമന പൂജ നടത്തുന്നത്, ചീട്ടാക്കിയിരിക്കുന്നത്, അവരുണ്ടായിരിക്കണം. അവരുടെ സാന്നിധ്യത്തിലെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അനുവാദം വാങ്ങിയിട്ട്, തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രിയോടും അല്ലെങ്കിൽ ഓദിക്കനോടും ക്ഷേത്രം ഊരാളനോടും അനുവാദം വാങ്ങി, ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും, ഭക്തരോടും ഒക്കെ അനുവാദം വാങ്ങിയിട്ടാണ് അരി അളക്കൽ ചടങ്ങ് നടക്കുക. അങ്ങനെ അളന്നെടുത്ത അരി കൊണ്ടാണ് അന്ന് അത്താഴപൂജ നേതി ഉണ്ടായിരിക്കാം. ആ നേതിയൊക്കെ തയ്യാറാക്കിയിട്ട് ഭഗവാനെ നേദിക്കും. അപ്പോൾ ആദ്യത്തെ പൂജ അവിടെ തുടങ്ങും. അങ്ങനെയാണ് ഉദയാസ്തമന പൂജയുടെ ആരംഭം. പിന്നെ പിറ്റേ ദിവസം നിർമാല്യം ഉഷപൂജ, പിന്നെ 15 വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കും. അത് അവസാനിക്കുക ഏകദേശം 11:30 കൂടിയിട്ട്, പന്തീരടി പൂജയോട് കൂടിയിട്ടാണ് അത് അവസാനിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പൂജകൾ, വിശേഷാൽ പൂജകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധിക സമയം എടുക്കും. സാധാരണ ദിവസത്തെ ഉച്ചപൂജ തുടങ്ങുന്ന സമയത്തിനേക്കാളും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഉദയാസ്തമന പൂജയുള്ള ദിവസം ഉച്ചപൂജ ഉണ്ടായിരിക്കുക. അപ്പോൾ പിന്നെ ഉച്ചപൂജ, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം താഴപൂജ ഉണ്ടായിരിക്കും. പിന്നെ വിളക്കെഴുന്നള്ളിപ്പൊക്കെ, ആ വിളക്കെഴുന്നള്ളിപ്പിലൊക്കെ പങ്കെടുത്തിട്ട്, ഇപ്പോൾ ഈ പൂജ നടത്തുന്നവരുണ്ടായിരിക്കുമല്ലോ, അവരെ ഈ ഭഗവാന് മുന്നിൽ പണം സമർപ്പിക്കും, നടക്കൽ പണം സമർപ്പിക്കും. അതിന് വിളക്കെഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നടക്കൽ പണം സമർപ്പിക്കുക. ഒരു ഭഗവാന്റെ തിടംഭാഗത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം തൃപ്പുകയും കൂടെ കണ്ടു തൊഴുതിട്ടാണ് അന്നത്തെ ആ ഒരു ഉദയാസ്തമന പൂജയുടെ ആ ദിവസത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. വാസ്തവത്തിൽ പിറ്റേ ദിവസമാണ് ചടങ്ങുകൾ അവസാനിക്കുക. അതായത് പിറ്റേ ദിവസത്തെ ശ്രീഭൂതബലിയോട് കൂടിയിട്ടാണ് ഒരു ഉദയാസ്തമന പൂജയ്ക്ക് സമാപനമാവുക കേട്ടോ. അത് സാധാരണ പൂജകൾ ഒരു ദിവസവും പിറ്റേ ദിവസം ശ്രീഭൂതബലി ആയിട്ടാണ് ഇവിടെ നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തിങ്കളാഴ്ച ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ശ്രീഭൂതബലി ഉണ്ടായിരിക്കും. പിന്നെ ബുധനാഴ്ച ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ ശ്രീഭൂതബലി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇതേപോലെ തന്നെ അരിയളക്കൽ ചടങ്ങുകൾ നടക്കും. പിന്നെ അതേപോലെ തന്നെയാണ് ഇങ്ങനെ വരിക. ബാക്കി എല്ലാ ചടങ്ങുകളും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഉദയാസ്തമന പൂജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നാളെ മുതൽ, ജൂൺ മാസം 1-ാം തീയതി മുതൽ പുനരാരംഭിക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ഇന്നാണ് കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ പെട്ടിവെച്ചുകളി. പെട്ടിവെച്ചുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസണിലെ അവസാനത്തെ കളിനെയാണ് പെട്ടിവെച്ചു കളി എന്ന് പറയുക. കാരണം ഇന്ന് മെയ് മാസം 31-ാം തീയതിയാണ്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 മാസത്തേക്ക് കൃഷ്ണനാട്ടം കലാകാരന്മാർക്ക് അവധിയാണ് കേട്ടോ. കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അപ്പം ഇന്നത്തോട് കൂടിയിട്ട് അവസാനിക്കും, ഈ സീസണിലെ അവസാനിക്കും. അതുകൊണ്ടാണ് പെട്ടിവെച്ച് കളി എന്ന് അതിനെ പറയുന്നത് കേട്ടോ. അപ്പം ഇന്ന് ബാണയുദ്ധമാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ഇന്ന് ബാണയുദ്ധം കഴിഞ്ഞാൽ ഇനി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കില്ല. അതിൽ ജൂൺ മാസം മുഴുവനായിട്ടും കലാകാരന്മാർക്ക് അവധിയായിരിക്കും കേട്ടോ. ജൂലൈ 3-ാം തീയതിയാണ് അവരുടെ കച്ചകെട്ട് അഭ്യാസവും അതേപോലെ തന്നെ ചൊല്ലിയാട്ടവും ഒക്കെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 1-ാം തീയതി കൃഷ്ണനാട്ടം പുനരാരംഭിക്കും.
അന്ന് അവതാരത്തോട് കൂടിയിട്ടാണ് കൃഷ്ണനാട്ടം ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊന്നും കൃഷ്ണനാട്ടം നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല. എന്നാണോ സെപ്റ്റംബർ മാസത്തിലെ ഷെഡ്യൂൾ ദേവസ്വം ഇടുന്നത് അന്ന് മുതലേ ബുക്ക് ചെയ്ത് വെക്കാം. അതായത് സെപ്റ്റംബർ മാസത്തിലുള്ള അവിടെ നിന്ന് അങ്ങോട്ടുള്ള കളികൾ നമുക്ക് ബുക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്നാണോ ഷെഡ്യൂൾ വരുന്നത് അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം കുറേ പേര് കൃഷ്ണനാട്ടത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ ഈ കച്ചകെട്ടുകാലം അവരുടെ അവധിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഷോർട്സ് ചെയ്തപ്പോൾ അതിന് ചുവടെയായിട്ട് കുറേ കമൻസ് കണ്ടു. പലരും കൃഷ്ണനാട്ടം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം, അതായത് 3 മാസം അവധിയാണെന്നൊന്നും പലർക്കും അറിയുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിലെ ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഭഗവാന്റെ അലങ്കാരം പറയണ്ടേ. ഇന്നലത്തെ അലങ്കാരം പറയാം. ഇന്നലെ ഭഗവാനെ ഒരു കയ്യിൽ വെണ്ണയുണ്ട്, ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്. നല്ല ഉഷാറായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നത്തെ ദിവസം വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ, മോഷ്ടിച്ചെടുത്ത് കഴിക്കുകയായിരുന്നു. ആ വെണ്ണ ആ ദിവസം കുറേ ഭക്തർക്ക് കൊടുത്തു. ഇന്നലെയും അത് തന്നെയാണ് ഭക്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ആ സോപാനപ്പടിയിൽ അവിടെ നിന്നിട്ട് ഭഗവാൻ ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി വാങ്ങിയാലോ? നമ്മൾ ആരൊക്കെയാണോ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അവർക്കെല്ലാം ഭഗവാൻ ആ വെണ്ണപ്രസാദം നൽകുന്നതായിരിക്കും. അപ്പോൾ പതിയെ ഭക്തിയോട് കൂടിയിട്ട് ആ വലത് കാൽ അകത്തേക്ക് വെച്ചിട്ട് നാലമ്പലത്തിനകത്തേക്ക് ഒന്ന് പ്രവേശിച്ചോളൂ കേട്ടോ. വാതിൽ മാടത്തിലൂടെ കടന്ന് ഭഗവാനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭഗവാന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് പതിയെ പതിയെ സോപാനപ്പടിയുടെ അടുത്തേക്ക് എത്തിക്കോളൂ. അവിടെ ഏതാ ആ വാതിൽപ്പടിയിൽ ചാരിയിട്ടാ ഭഗവാൻ നിൽക്കുന്നേ. കുറേ പേർക്ക് ഇങ്ങനെ കൊടുക്കണമല്ലോ. അപ്പം ഇങ്ങനെ നേരെ നിൽക്കണം, കുറച്ചൊന്ന് ചാഞ്ഞിട്ട് ഒന്ന് ഉറപ്പിച്ചിട്ടാണ് അവിടെ ഭഗവാൻ നിൽക്കുന്നത്. കയ്യിൽ നിന്ന് ആ വെണ്ണ നുള്ളി നുള്ളിയിട്ട് ഓരോരുത്തർക്കായിട്ട് ഭഗവാൻ നൽകുന്നുണ്ട്. അപ്പം നൽകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ, ആ കുഞ്ഞു കയ്യിൽ, ഒരു കുഞ്ഞു കൈയാണ്, അതിൽ കുറച്ച് വെണ്ണയേ ഉള്ളൂ. പക്ഷേ അത് എടുക്കും തോറും അതിൽ നിന്ന് കുറയുന്നൊന്നുമില്ല, അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാം. എത്ര പേരാണെന്നറിയോ ഭഗവാന്റെ അടുത്ത് നിന്ന് വെണ്ണപ്രസാദം വാങ്ങാനായിട്ട് എത്തിയിരിക്കുന്നത്. അത് ഒരു നുള്ളാണ് എല്ലാവർക്കും ലഭിക്കുന്നതെങ്കിലും ഒരു കുന്ന്, ഒരു വലിയ പാത്രം, ഒരു വലിയ വെണ്ണക്കുടം കിട്ടിയ പ്രതീതിയാണ് എല്ലാവരുടെയും മുഖത്തുണ്ടായിരിക്കുന്നത്. ആ കൈയും മനസ്സും ഒക്കെ നിറഞ്ഞിട്ടാണ് ഓരോ ഭക്തരും ഭഗവാന്റെ അടുത്ത് നിന്ന് തൊഴുതു നീങ്ങുന്നത്. അപ്പോൾ ആ വെണ്ണപ്രസാദം നമുക്ക് എല്ലാവർക്കും വാങ്ങാട്ടോ. നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഭഗവാൻ നൽകിയിട്ടുണ്ട്. എന്താ വേണ്ടത്? മനസ്സുകൊണ്ട് ഒന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി. നമ്മൾ നിൽക്കുന്നത് ഭഗവാന്റെ തിരുനടയ്ക്ക് മുന്നിലാണ്, ആ സോപാനപ്പടിക്ക് തൊട്ട് മുന്നിലാണ്. നമ്മുടെ തൊട്ടടുത്തതാ ഒരു കൈയെത്തുന്ന ദൂരത്തിൽ ഭഗവാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ പതിയെ കൈ നീട്ടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞി കൈ കൊണ്ട് ഒരു നുള്ളു വെണ്ണ ഭഗവാൻ വെച്ച് തരുന്നുണ്ട്. സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുക. ഭഗവാന്റെ ഭക്തിയാകുന്ന വെണ്ണപ്രസാദം എല്ലാവർക്കും ലഭിച്ചു എന്ന് തന്നെ കരുതുന്നു കേട്ടോ. എല്ലാവരും ഭഗവാന്റെ മുന്നിൽ മനസ്സുകൊണ്ട് ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി കുറച്ച് ചോദ്യങ്ങൾ പറയാം കേട്ടോ. രാധിക മോഹൻ എന്നൊരു ഭക്ത ചോദിച്ച ഒരു ചോദ്യമാണ്, മുല്ലപ്പൂക്കള് ക്ഷേത്രത്തിലെ അർച്ചനയ്ക്കായിട്ട് എടുക്കുമോ എന്നുള്ളത്. കാരണം വൈകുന്നേരം വിരിയുന്ന പൂക്കളായതുകൊണ്ട് മുല്ലപ്പൂക്കൾ അർച്ചനയ്ക്ക് എടുക്കില്ല എന്ന് പറഞ്ഞു കേട്ടു. അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് പറയാം. മുല്ലപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൂ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അത് ദേവീദേവന്മാർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അർച്ചനയ്ക്കൊക്കെ എടുക്കാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും മുല്ലപ്പൂ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ പുഷ്പാഞ്ജലിയുടെ അല്ലെങ്കിൽ അർച്ചനയുടെ പ്രസാദം കിട്ടുമ്പോൾ അതിലെ മുല്ലപ്പൂക്കളൊക്കെ കണ്ടിട്ടില്ലേ? അത് വൈകുന്നേരം വിരിയുന്നത് കൊണ്ട് എടുക്കില്ല എന്നൊന്നും എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ നോക്കുക, അവിടെ അകത്തേക്ക് മാല കെട്ടാനായിട്ടൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുല്ലപ്പൂവിൻ്റെ അല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ, ശംഖുപുഷ്പം ഇതിൻ്റെയൊക്കെ ഇതളുകൾ വളരെ സോഫ്റ്റാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ മാലയൊക്കെ കെട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചാർത്തി കഴിഞ്ഞാൽ വിഗ്രഹത്തിൻ്റെ മേലൊക്കെ പറ്റി പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അഭിഷേകങ്ങളൊക്കെ നടത്തുമ്പോൾ അത് പെട്ടെന്ന് അഭിഷേകം നടത്തിയാലൊന്നും ചിലപ്പോൾ അത് പോയിന്ന് വരില്ല. അത് പ്രത്യേകമായിട്ട് എടുത്ത് കളയേണ്ടതൊക്കെ ആയിട്ട് വരും, ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് മാല കെട്ടാനായിട്ട് ഗുരുവായൂരപ്പനെ ഉപയോഗിക്കാത്തത് കേട്ടോ. അല്ലാത്ത പക്ഷം ഇപ്പോൾ പള്ളിവേട്ടയുടെ ഒക്കെ സമയത്ത് ഭഗവാന്, അതായത് പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞ് വരുന്ന ഭഗവാനെ കിടക്കാനായിട്ട് ഒരു ശയ്യയൊക്കെ ഒരുക്കുമല്ലോ. ശയ്യാപൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജ തന്നെയുണ്ട്. അതായത് ഭഗവാനെ കിടക്കാനുള്ള ആ ഒരു കുഞ്ഞു മെത്ത, അതിൽ മുല്ലപ്പൂക്കളൊക്കെ വിതറിയിട്ട് മുല്ലപ്പൂക്കൾ കൊണ്ട് ഒരു പൂജയൊക്കെ ഉണ്ട്. അതിന് മുല്ലപ്പൂക്കൾ ഉപയോഗിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നു, അപ്പോൾ പിന്നെ എന്തായാലും മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കുമല്ലോ. അർച്ചനയ്ക്ക് മുല്ലപ്പൂ ഉപയോഗിക്കാം. അതിൻ്റെ വിലക്കുകളൊന്നും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ശയ്യാപൂജ കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിൻ്റെ പ്രസാദമായിട്ട് മുല്ലപ്പൂക്കൾ പിറ്റേ ദിവസം കിട്ടുകയും ചെയ്യും.
അതായത് ആറാട്ടിൻ്റെ അന്ന് പുലർച്ചെ ആറാട്ടിൻ്റെ അന്ന് പശുക്കുട്ടിയൊക്കെ കരഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ പത്മിനിക്കുട്ടിയൊക്കെ ആയിരുന്നു ഭഗവാനെ ഉണർത്തൂലോ, അതിനുശേഷം ഭക്തർക്ക് പ്രസാദമൊക്കെ ആയിട്ട് ഈ മുല്ലപ്പൂക്കളൊക്കെ കൊടുക്കുക. അത് ഭഗവാൻ കിടന്ന ആ മുല്ലപ്പൂവ് പ്രസാദമായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതാ പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉപയോഗിക്കും. ഗുരുവായൂരപ്പനെ മാല കെട്ടാനായിട്ട് ഉപയോഗിക്കില്ല എന്നേ ഉള്ളൂ. അത് അതിൻ്റെ ഇതള് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ്. ഭഗവതി അമ്മയ്ക്കൊക്കെ ഉപയോഗിക്കും, അർച്ചനയ്ക്കാണെങ്കിലും മാലയ്ക്കാണെങ്കിലും ഒക്കെ മുല്ലപ്പൂവ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കാരണം ഈ വെളുത്ത പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നവരാത്രിയുടെ സമയത്ത് ഓരോ ദിവസങ്ങളിലും ഓരോ ഭാവത്തിലുള്ള ഭഗവതിമാരെ ധ്യാനിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ചിലർക്കൊക്കെ വെളുത്ത വസ്ത്രം, വെളുത്ത പൂക്കളൊക്കെയാണ് പ്രിയം. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പൂക്കളൊക്കെ ഉപയോഗിക്കാം, അതിലൊന്നും ഒരു വിരോധവും ഇല്ല കേട്ടോ. അതിപ്പോൾ വൈകുന്നേരം വിരിയുന്നത് കൊണ്ട് അത് എങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം നന്ദ്യാർവട്ടം നോക്കൂ, അതും വൈകുന്നേരമാണ് ഇങ്ങനെ ചിരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുക. രാവിലെ ആകുമ്പോഴേക്കും അത് വിരിഞ്ഞ് നിൽക്കുക ചെയ്യുക. അതൊക്കെ രാത്രിയിൽ വിരിയുന്ന പൂക്കൾ തന്നെയാണ് നന്ദ്യാർവട്ടം ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ അത് അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ടായിട്ട് അങ്ങനെയല്ല തോന്നിയിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ പവിഴമല്ലി നോക്കൂ, പവിഴമല്ലി എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതളാണ്. അതിൻ്റെ ചെറിയ ഇപ്പം ജനിച്ച കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ ദേഹം എത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും, അതിനേക്കാൾ സോഫ്റ്റാണ് ഈ പവിഴമല്ലി എന്ന് പറഞ്ഞ പൂവ്. ഒരു ഓറഞ്ച് തണ്ടൊക്കെ ആയിട്ടുള്ള പൂവ്. ഇതൊക്കെ ശിവക്ഷേത്രത്തിലെ അർച്ചനയ്ക്ക് കൂടുതലും അങ്ങനെ കണ്ടിരിക്കണം കേട്ടോ. ശിവക്ഷേത്രത്തിലൊക്കെ അർച്ചനയ്ക്കായിട്ട് എടുക്കുന്നത് കണ്ടിട്ട് എല്ലായിടത്തും എടുക്കാം. ഇതാണെങ്കിലോ വൈകുന്നേരം, അതായത് രാത്രി ആവാനൊന്നും നിൽക്കണ്ട, അപ്പോഴേക്കും വിരിഞ്ഞു നിൽക്കും, എന്നിട്ടും അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു കാരണമായിട്ട് തോന്നുന്നില്ല. എന്തായാലും മുല്ലപ്പൂവൊക്കെ അർച്ചനയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം അവർ പ്രകടിപ്പിച്ചതെന്ന് അറിയില്ല. ഇനി പോകുമ്പോൾ നോക്കി നോക്കും, കുറച്ച് മുല്ലപ്പൂവൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് തീർച്ചയായിട്ടും അർച്ചനയ്ക്കൊക്കെ ഉപയോഗിക്കും. വെളുത്ത പൂക്കളൊക്കെ വളരെ നല്ലതാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിലും വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും വളരെ വളരെ നല്ലതാണ് കേട്ടോ. അടുത്തത് നിഷ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷമേ തലമുണ്ടനം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മുടി കളഞ്ഞതിന് ശേഷം ചന്ദനം കളഭവും ഒക്കെ തേക്കാറുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതേക്കുറിച്ച് പറയാം. അതായത് ചെറിയ കുട്ടികൾ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യങ്ങളൊന്നും എടുത്തു നോക്കുക. അവരുടെ തല ഉറച്ചിട്ടുണ്ടായിരിക്കില്ല. ഒരു 6 മാസം കഴിഞ്ഞാലും ഉറക്കി ചിലർക്ക് മാത്രമേ ചെറിയൊരു ബാലൻസിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവരുടെ ശരീരം നമ്മുടെ പോലെയല്ല, നമ്മളെല്ലാവരും തികഞ്ഞവരാണ്, നമുക്കെല്ലാം പൂർണ്ണ വളർച്ചയൊക്കെ എത്തിയവരാണ്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ. അവർക്ക് അതേ നന്നേ ചെറിയ പ്രായം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ തലയൊന്നും ഉറച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവരെടുക്കുന്ന സമയത്ത് പ്രത്യേകം പറയും, ആ കഴുത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ തലയുടെ ആ അടിഭാഗത്തായിട്ട് കൈ വെച്ചോളൂ എന്ന് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പിന്നിലേക്ക് ഇങ്ങനെ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. അപ്പം അത്രയും ചെറിയ കുട്ടികൾക്ക് അവരുടെ തലയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. കാരണം ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അവരുടെ ശിരസിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ഭാഗം ഇങ്ങനെ ചെറുതായി ഇങ്ങനെ, അത് നമ്മുടെ ഹൃദയമിടിപ്പിന് അനുസരിച്ചിട്ട് അവിടെ മിടിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിങ്ങനെ ചെറുതായി തുറന്നിരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുക. ഒരു ഓപ്പണിംഗ് ആണ് അത് സ്കള്ളിലുള്ളത്. അതായത് ചെറിയ കുട്ടികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ സ്കള്ളിൽ പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് നല്ല ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ, ഒരു 2 വയസ്സാകുമ്പോഴേക്കൊക്കെ അത് ഏകദേശം മാറിയിട്ട് സാധാരണ നിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യായികളൊക്കെ വരുമ്പോൾ, ഏകാദശി വാവ് ദിവസങ്ങളിൽ ഇവരിങ്ങനെ കരഞ്ഞ് വാശി പിടിക്കുക, ജലദോഷം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൊക്കെ വരുമ്പോൾ ഈ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ താഴ്ന്നിരിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. മുത്തശ്ശിമാരമ്മമാരൊക്കെ തൊട്ട് നോക്കിയിട്ട് നിറവൊഴിക്കുക എന്നൊക്കെയാണ് അതിനെ പറയുക. അതൊരു പ്രത്യേക കണ്ടീഷനാണ്, അതിൽ ഭയപ്പെടാനായിട്ടൊന്നുമില്ല കേട്ടോ. അത് കുട്ടികളുടെ തന്നെ ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണ്. അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് അവർക്ക് തന്നെയുള്ള ഒരു സംവിധാനമാണ്. അത് വളരെ ശ്രദ്ധിക്കണം, ആ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ 1 വയസ്സിന് താഴെ എന്നൊക്കെ പറയുമ്പോൾ തലമുണ്ടനം ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനായിട്ട്, ചെറിയ കുട്ടികളല്ലേ, വളരെ സെൻസിറ്റീവ് അല്ലേ, അവരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് 1 വയസ്സ് കഴിഞ്ഞിട്ട് തലമുണ്ടനം ചെയ്തോളൂ എന്ന് പറയുന്നത്. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ, അത് ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യമാണ്. കുട്ടിയുടെ ആരോഗ്യത്തിന് എന്താണോ നല്ലത് അതുകൊണ്ടാണ്, അതിനുവേണ്ടി മാത്രമാണ് 1 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. ഇനി കൂടുതൽ അതേക്കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. അത് വഴിപാടായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും, പളനിയിലൊക്കെ പോയിട്ട് മുടി കളയുന്നവരുണ്ടായിരിക്കും, അല്ലാതെ ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ആരാണെങ്കിലും 1 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയാറുണ്ട്. ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത പക്ഷം 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ചന്ദനം കളഭം ഇതൊക്കെ തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുടിയൊക്കെ കളഞ്ഞതിന് ശേഷം തലയെ ഒന്ന് തണുപ്പിക്കാൻ, ഒരു കുളിർമ, ഒരു സുഖം, അതിന് വേണ്ടിയിട്ടാണ് ചന്ദനാണെങ്കിലും കളഭാണെങ്കിലും ഒക്കെ പുരട്ടാറുള്ളത് കേട്ടോ.
അടുത്തത് സിന്ധു എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. ഗുരുവായൂരപ്പന് മുന്നിൽ സമർപ്പിച്ച വഴിപാട് വസ്തുക്കൾ പിന്നെയും ഭക്തരെടുത്തിട്ട് പിന്നെയും പ്രാർത്ഥിച്ചിട്ട് ഭഗവാന് സമർപ്പിക്കാം, അത് ശരിയായിട്ടുള്ള ഒരു രീതിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സിന്ധു ചേച്ചി ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ചേനയൊക്കെ സമർപ്പിക്കുന്ന കാര്യം നമ്മൾ പറയാറുണ്ട്. തൊലിപ്പുറത്തുള്ള അല്ലെങ്കിൽ സ്കിന്നിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് ചേന നല്ലതാണ് വഴിപാടായിട്ട് സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാം. ഇനി വാങ്ങാനായിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ക്ഷേത്രത്തിനകത്ത് വന്നാലൊക്കെ ആയിരിക്കും ഓർമ്മ വരിക ചേന സമർപ്പിക്കണമല്ലോ എന്നുള്ള. അവിടെ ചേന കണ്ടു കഴിഞ്ഞാലൊക്കെ ഓർമ്മ വരിക. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അവിടെ ചേന ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടായിരിക്കും, ഉദ്യോഗസ്ഥര് കാവൽക്കാരൊക്കെ ഉണ്ടായിരിക്കും, അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളവിടെ തന്നെ സമർപ്പിക്കുക, എന്നിട്ട് യഥാശക്തി ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു തുക ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. കാരണം ആ ചേന മുൻപൊരിക്കലും ഒരാൾ സമർപ്പിച്ചതാണല്ലോ, പിന്നെയും നമ്മൾ അതെടുത്തിട്ട് ഭഗവാനെ സമർപ്പിക്കാം. അപ്പം അതിലുള്ള തെറ്റെന്താണ്, അല്ലെങ്കിൽ അത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ചേനയുടെ കാര്യത്തിലാണെങ്കിലും കയറിൻ്റെ കാര്യത്തിലാണെങ്കിലും, കയറും അങ്ങനെ തന്നെ പറയാറുണ്ട്, ഒരാൾ സമർപ്പിച്ചത് നമുക്ക് പിന്നെയും സമർപ്പിക്കാമെന്ന് പറയാറുണ്ട്. ആൾ രൂപത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. ഇതെല്ലാം അവിടെയുള്ള വസ്തുക്കളാണ്. ഇത് ആര് എന്ത് ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിച്ചാലും അതെല്ലാം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെയാണ്. അതിൽ പിന്നെ കൊണ്ടുവന്ന ആൾക്ക് ഒരു അവകാശവും ഇല്ല. അത് ഭഗവാന് കൊടുത്തത് ഭഗവാന്റെയാണ്. അപ്പോൾ ആരെന്താ അവിടെ നിന്ന് എടുത്തിട്ട് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെയാണ് നമ്മൾ എടുത്തിട്ട് സമർപ്പിക്കുന്നത്. അല്ലാതെ ഈ കൊണ്ടുവന്ന് വെച്ച ആളുടെ അല്ല, ആ ആളുടെ പേരല്ല അവിടെ വരിക. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. അതുകൊണ്ടാണ് മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ക്ഷേത്രത്തിലേക്ക്, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇത് മാത്രമല്ല തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് എവിടേക്കെങ്കിലും എന്തെങ്കിലും വഴിപാടുകൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന വഴിപാടുകൾ, ഇപ്പോൾ വിളക്ക്, അങ്ങനെയുള്ള കിണ്ടി, ഓട്ടുപാത്രങ്ങൾ, അതേപോലെ ഇപ്പോൾ നടപ്പുര നിർമ്മാണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഇന്ന ആൾ സമർപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊന്നും നമ്മുടെ പേരവിടെ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുക. ആരാണോ സമർപ്പിക്കണത് അവരത് സമർപ്പിക്കുക, അത് അവിടുത്തെ ദേവന്റെയോ ദേവിയുടെയോ ആയി തീർന്നു. പിന്നെ കൊടുത്ത ആൾക്ക് അവിടെ അവകാശമില്ല, അതുകൊണ്ട് തന്നെ അവിടെ പേര് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉടമസ്ഥ അവകാശം ഉണ്ടല്ലോ, അതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, ഗുരുവായൂരപ്പന് കൊടുത്തു, അപ്പോൾ അത് ഗുരുവായൂരപ്പൻ്റെയാണ്, അപ്പോൾ അതെടുത്തിട്ട് സമർപ്പിക്കാം. ആൾ രൂപത്തിൻ്റെ അവിടെയും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതേ ചിന്ത തന്നെയാണ്, ഇതേ സങ്കല്പം തന്നെയാണ് അവിടെയും വർക്ക് ചെയ്യുക. അവിടെ എന്താൾ രൂപമാണോ ഉള്ളത് എടുക്കുക, പ്രാർത്ഥിക്കുക, യഥാശക്തി ഒരു തുക ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക. സ്വർണ്ണത്തിൻ്റെ ആൾ രൂപമാണെങ്കിലും അത് ഗോപുരത്തിന് എടുത്തിട്ട് സമർപ്പിക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ എല്ലാം ഗുരുവായൂരപ്പൻ്റെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്തെടുത്താലും അവിടെ തന്നെയാണ് വെക്കുന്നത്. നമ്മൾ സമർപ്പിക്കുന്നുള്ള എന്നുള്ള ഒരു സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുക, യഥാശക്തി ഒരു തുക വഴിപാടായിട്ട് സമർപ്പിക്കുക. അപ്പം അങ്ങനെ ചെയ്തത് കൊണ്ടൊന്നും ഒരു വിരോധവും ഇല്ല കേട്ടോ. അപ്പോൾ ചേന കൊണ്ടുവരാനായിട്ട് മറന്നവരുണ്ടായിരിക്കും, കയറ് കൊണ്ടുവരാനായിട്ട് മറന്നവരുണ്ടായിരിക്കും, വാങ്ങാൻ പോയിട്ട് കിട്ടാത്തവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് അവിടെ തന്നെയുള്ളത് എടുക്കുക, പ്രാർത്ഥിക്കുക, അവിടെ തന്നെ സമർപ്പിക്കുക. ഇനി ഒരു ഭക്ത ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ, അവരുടെ പേര് എനിക്കറിയില്ല, വാട്സാപ്പിൽ എനിക്ക് ഫോർവേഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ആ ചേച്ചിയുടെ മകനെ 11 വയസ്സായി, ADHD ആണ്, IQ ലെവല് 83 പറഞ്ഞത്. അപ്പോൾ ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചേച്ചി ഹോസ്പിറ്റലിൽ ഇരിക്കുക. ഒരു മാസം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം 12,500 രൂപയാണ് ചിലവ് വരുന്നത്. അങ്ങനെ 6 മാസം ചികിത്സിച്ചാലാണ് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്, നല്ല സങ്കടം വരുന്നുണ്ട്. എന്താ ഗുരുവായൂരപ്പൻ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. നാരായണീയത്തിലെ ഏത് ദശകമാണ് വായിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വയ്യാതായി കഴിഞ്ഞാലുള്ള ഒരവസ്ഥ പേരൻസിൻ്റെ അത്രയും ബുദ്ധിമുട്ടാണ്, അവർക്ക് അത്രയും സങ്കടമാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഉഷാറായിട്ട് നടക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തുമാത്രം സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് കുട്ടിയുടെ അസുഖങ്ങളൊക്കെ മാറട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുഞ്ഞിന് മാത്രമല്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല എന്നാലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനും പതിയെ പതിയെ നല്ല ഒരു രീതിയിലേക്ക് എത്താനായിട്ടും കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നാരായണീയത്തിലെ ഏത് ദശകാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറാനായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ള അസ്മിൻ പരാത്മൻ എന്ന് പറഞ്ഞ ഒരു ശ്ലോകം അത് ചൊല്ലി നമസ്കരിക്കുക. എഴുതാനായിട്ടെന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതിക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. അതേപോലെ തന്നെ ബാലലീല
കുട്ടികൾക്കൊക്കെ ബാലലീലയൊക്കെ വായിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. പിന്നെ നാരായണീയം മുഴുവനായിട്ട്, അതായത് നാരായണീയം തന്നെ ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് പറയണത്. അതിലെ എല്ലാ ഭാഗത്തിനും എല്ലാ ദശകത്തിനും ഓരോ ശ്ലോകത്തിനും പ്രാധാന്യമുണ്ട്. അതിൽ ചിലത് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നു എന്ന് മാത്രം. നാരായണീയം എഴുതിയത് എന്താ, എന്തിനു വേണ്ടിയിട്ടാ? മേൽപ്പത്തൂരിൻ്റെ ആ വാതരോഗം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആർക്ക് എന്ത് അസുഖമുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയാണ്. എപ്പോഴും പറയാറുണ്ടല്ലോ, പ്രാർത്ഥനയ്ക്കാണ് ശക്തി. നമ്മൾ എന്ത് ഉദ്ദേശിച്ചാണോ പ്രാർത്ഥിക്കുന്നത് ആ ഫലമാണ് ഭഗവാൻ നൽകുക. അപ്പോൾ അങ്ങനെ ഏത് എന്നുള്ള സംശയമൊന്നും വേണ്ട കേട്ടോ. അസുഖങ്ങൾ മാറാനായിട്ട് നമ്മൾ സ്ഥിരം പറയുന്ന അസ്മിൻ പരാത്മൻ പറയാം, ബാലലീല വായിക്കാം, കുട്ടികളായതുകൊണ്ട് ബാലലീല വായിക്കാം. പിന്നെ നാരായണീയത്തിലെ ഏതാണെങ്കിലും ഏത് ദശകമാണെങ്കിലും എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ഒരു ദശകം വായിക്കാനായിട്ട് സാധിച്ചു എന്ന് വെച്ചാൽ അത് വളരെ നല്ലതാണ് കേട്ടോ. ഈ ചോദ്യം ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തു. ഓൾറെഡി ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തു. ഇത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്ന, ഈ ഭാഗം കേൾക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ആ കുഞ്ഞിനെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് ആ മോൻ്റെ അസുഖം ഗുരുവായൂരപ്പൻ മാറ്റിക്കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.